നമ്മൾ സുനിഷ ഏലൂരിലേക്കാണ്. വിദ്യാർത്ഥികളുടെ സ്കൂളുകളിലേക്കുള്ള ഒരുക്കം തുടങ്ങിയോ എന്ന് നോക്കുകയാണ് നമ്മൾ ഇനി. തിരുവനന്തപുരം തൈക്കാട് ഒരു വീട്ടിലാണ് സുനിഷ ഏലൂർ ഉള്ളത്. സുനിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുനിഷ, എന്താ വൈബ് അവിടെ? ബിനിൽ, സ്കൂള് തുറക്കാൻ ഇനി ഏകദേശം മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ വീട്ടിലും ചിലപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തന്നെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ചിലപ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ പോകുന്നവർക്ക് വലിയ മടി ഉണ്ടാവും, അയ്യോ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്, വീണ്ടും ഇനി ഒരു സ്കൂളിൽ കാലം എന്നുള്ളത് മറ്റുള്ളവർക്ക് അങ്ങനെ. പക്ഷേ ചിലർക്ക് സ്കൂളിൽ പോകാൻ അതിഭയങ്കരമായ ഇഷ്ടത്തോടെ ഒരുങ്ങി പുതിയ ഉടുപ്പ്, പുതിയ ബാഗ് ഇതൊക്കെ ഇട്ട് റെഡി ആകുന്നുണ്ടാവും. ഞാനുള്ളതും തൈക്കാടാണ്. തൈക്കാട് 2 പേര് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ വിശേഷങ്ങളിലേക്ക് കൂടി പോയിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എല്ലാവരും ഈ ബാഗ് ഒരുക്കുന്ന തിരക്കിലും അങ്ങനെയൊക്കെയാണ്. ബാഗ് എടുത്ത് വെക്കണം, പുതിയ പുസ്തകങ്ങൾ എടുത്ത് വെക്കണം, അങ്ങനെയൊക്കെയുള്ള തിരക്കിലാണ്. വീട്ടിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് ഇപ്പൊ പറയരുത്, കുട്ടികളെ മാത്രം കാണിക്കുക. സർപ്രൈസ് നമുക്ക് അവസാനം പറയാം പ്രേക്ഷകരോട്. തീർച്ചയായിട്ടും ഒരു സർപ്രൈസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാത്തത്. ആ സർപ്രൈസ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പറയും. ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഇവർ 2 പേര്, ഇത് ഒരാൾ നക്ഷത്രക്കുട്ടി, ഒരാൾ നൃത്തക്കുട്ടി. എത്രയല്ല പഠിക്കുന്നത്? ഞാൻ 6th. ഇപ്പോൾ സ്കൂൾ തുറക്കാണ്. എങ്ങനെയുണ്ട് വൈബ്? നല്ല. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെട്ടതാ. ഈ പുതിയ ബാഗ്, പുസ്തകമൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലാണ്. ഇനി ഇവിടെ ഒരാൾ റെഡിയാക്കി വാട്ടർ ബോട്ടിലൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലാണ്. നൃത്തക്കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 1ല്. 1ാം ക്ലാസ്സിലാ? ഏത് സ്കൂളിലാ? പട്ടം ഗേൾസ്. എല്ലാം റെഡിയാക്കിയോ? റെഡി ആക്കുന്ന. എന്തൊക്കെയാ എടുക്കണത് സ്കൂളിൽ പോകുമ്പോ? ബോക്സ്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടില്, കപ്പ്, പ്ലേറ്റ്, ബുക്ക്. ഇതൊക്കെ പുതിയത് വാങ്ങിച്ചതാ? ആ. ചേച്ചിയുടെ സ്കൂളിലാണോ പഠിക്കുന്നത്? അതെ. ഇനിയിപ്പോ ചേച്ചിയാണോ കൊണ്ടുവിടുകയൊക്കെ ചെയ്യുക? അതെ. ഇഷ്ടമാണോ നൃത്തക്കുട്ടിക്ക് സ്കൂളിൽ പോകാൻ? ഇഷ്ടമാണോ? ആണോ? നേരത്തെ എവിടെ LKG ഒക്കെ എവിടെ പഠിച്ചേ? മോഡൽ LP. ആ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഇപ്പോ? ഇല്ല. സുനിഷ, ഒരു കാര്യം കൂടി നൃത്തയോട് ചോദിക്കുമോ? ഇന്ന് ഈ പ്രവേശനോത്സവത്തിന്റെ ആവേശത്തിലാണോ നൃത്ത ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അതോ എന്നും രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാനുള്ള ഒരു ആവേശം എന്ന് നൃത്ത കാണിക്കാറുണ്ടോ? എങ്ങനെയാണ്, രാവിലെ എഴുന്നേക്കാറുണ്ടോ, മടിയുണ്ടോ എന്നും ചോദിക്കുമോ? നൃത്തക്കുട്ടിയോട് ചോദിക്കാണ്, രാവിലെ എണീക്കാറുണ്ടോ, മടിയുണ്ടോ? ഇല്ല. എത്ര മണിക്ക് എണീക്കും? അതറിയില്ല. എല്ലാ ദിവസവും രാവിലെ എണീക്കോ? സ്കൂളിൽ പോകാൻ ഇഷ്ടമാ? ഇന്ന് സ്കൂളിൽ ആഘോഷമൊക്കെ ഉള്ളതുകൊണ്ടാണോ നേരത്തെ പോണത്? അല്ലെങ്കിൽ മടിയാണോ? അല്ല. അല്ലെങ്കിൽ മടിയല്ല ആര്യ. എപ്പോഴും നൃത്തക്കുട്ടിക്ക് സ്കൂളിൽ പോകാൻ നല്ല ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരുക്കി വെക്കുന്നതൊക്കെ, പിന്നെ ഇന്നോ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെക്കുന്ന ഒരു തിരക്കിലാണ്. പുതിയ ബാഗൊക്കെയാണ്. ആ ബാഗ് ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. അല്ല, നൃത്തക്കുട്ടി തയ്യാറാണ്. വേണമെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുന്നേ നൃത്തക്കുട്ടി ഒരു പാട്ട് പഠിത്ത് കൊടുത്താലോ? നമുക്ക് കൊടുക്കാം. ആ വരുന്നോരാന, ഈ വരുന്നോരീച്ച, ആനീച്ച്, അങ്ങനെ അങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. കേട്ടല്ലോ. അപ്പോൾ നൃത്തക്കുട്ടി സ്കൂളിൽ പോകാനുള്ള തരപ്പെടി. ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് ഈ പാട്ടൊക്കെ പാടിക്കൊടുക്കും. ഇനി ഒരാൾ നക്ഷത്രക്കുട്ടിയാണ്, 6ാം ക്ലാസ്സിലാണ്. നേരത്തെ സ്കൂളിൽ പോയി സൂപ്പറാക്കിയ ആളാണ്. അതുകൊണ്ട് മടിയൊന്നുമില്ലാതെ വീണ്ടും അനിയത്തിയും കൊണ്ട് സ്കൂളിൽ പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഒരേ സ്കൂളിലാണല്ലേ? ഇനി ഇവള് വീട്ടിലുള്ളതുപോലെ അലമ്പാക്കോ സ്കൂളിൽ? ഇല്ല. സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലേ? അല്ല, പുതിയ ബാഗും പുതിയ പുസ്തകമൊക്കെയാണോ? എല്ലാം സെറ്റാണ്? യെസ്, എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ചേച്ചിയെ കൂടി പറയാം. ചേച്ചി, പൊതുവെ 2 മാസത്തെ അവധിക്കാലം ശേഷമാണ് സ്കൂളിൽ പോണത്. അപ്പോൾ ഈ 2 മാസത്തെ ഇവിടുത്തെ ഈ വെക്കേഷൻ സമയം, ഈ സ്കൂൾ, ഇതെങ്ങനെയാണ്? വെക്കേഷൻ സമയം അവർ അടിച്ചു പൊളിച്ചു, നാട്ടിലായിരുന്നു. പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോകാനൊരു ഭയങ്കര ആവേശത്തിലാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്ന് രാവിലെ തന്നെ എണീറ്റ് റെഡിയായിട്ടിരിക്കുന്നുണ്ട്. ഏത് നിമിഷവും പോകാനുള്ള മൂഡിലാണ് ഉള്ളത്. പൊതുവെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്? ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ അമ്മയെ കാണിച്ചു, ഇനിയിപ്പോ ഈ കുട്ടികളുടെ അച്ഛനെ കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ എത്തിക്കഴിഞ്ഞു.
അതെ, നമ്മുടെ സ്കൂളൊക്കെ പോകാൻ തിരുവനന്തപുരം റീജിയണൽ മേധാവി നേരത്തെ ടി വി പ്രസാദിന്റെ മക്കളാണ് നൃത്തയും നക്ഷത്രയും. അതിൽ നക്ഷത്രയാണ് ഇളയാൾ 1-ാം ക്ലാസ്സിലേക്ക് പോകുന്നത്. ഈ മാധ്യമപ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് 1-ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടിയുടെ പിതാവ് എന്ന നിലയിൽ എന്താണ് മിസ്റ്റർ ടി വി പ്രസാദിന് പറയാനുള്ളതെന്ന് ചോദിക്കാം. അതാണ് കാരണം ഈ ഓഫീസിൽ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ, കുട്ടീനെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോകാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ചോദിക്കുന്നതേ ഒരു മാധ്യമപ്രവർത്തനപ്പുറം 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ പോകുന്ന പിതാവിന്റെ ഒരു അതെ 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 തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. ഇവർ രണ്ടാളും സർക്കാർ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. പഠിച്ചതൊക്കെ സർക്കാർ സ്കൂളിൽ തന്നെയായിരുന്നു. ഇങ്ങനെ നേരത്തെയുള്ള ട്രാൻസ്ഫറിലൊക്കെ മാറി 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 പോകുമായിരുന്നു. നക്ഷത്രക്കുട്ടി എല്ലാ കൊല്ലവും ഓരോ ക്ലാസ്സിലും ഓരോ സ്കൂളിലാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ 2 വർഷം പഠിക്കുന്നത്. അവർ രണ്ടുപേരും പട്ടം സ്കൂളിലാണ്, സർക്കാർ സ്കൂളിൽ തന്നെയാണ്. ഒരുപാട് കളിച്ച് സന്തോഷിച്ചൊക്കെ പഠിക്കാൻ സർക്കാർ സ്കൂളാണല്ലോ നല്ലത്. എന്നാലും നമ്മൾ കൊണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഏതായാലും ഇവര് ഒരു 8 മണി 8:30 ആകുമ്പോഴേക്ക് സ്കൂളിലെത്തണം. പ്രവേശനോത്സവമാണ്, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവര് 4 പേരും ഒരുങ്ങിയിട്ട്, അതായത് ഈ ഇപ്പൊ നിലവിൽ നൃത്തയല്ല നക്ഷത്രക്കുട്ടി 1-ാം ക്ലാസ്സിൽ പോകുന്ന ആളിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ സാധാരണഗതിയിൽ അവിടെ ചെന്ന് അമ്മയൊക്കെ ക്ലാസ്സിൽ ഇരുത്തി തിരിച്ചു വരുന്ന സമയത്താണ് ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവാറുള്ളത്. അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമോ? കാറും കോളും ഉണ്ടാകുമോ ആകാശത്ത്? പ്രസാദ ഈ 1-ാം ക്ലാസ്സിലേക്ക് ചേരുവാണല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ക്ലാസ്സിൽ ചേർത്ത തിരിച്ചു പോരുമ്പോൾ ഈ അച്ഛനും അമ്മയും തിരിച്ചു പോരുമ്പോൾ കരയുന്ന കുട്ടികളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിനുള്ളൊരു സാധ്യത നൃത്തക്കുട്ടിയിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നൃത്തക്കുട്ടി അങ്ങനെ കരയാൻ സാധ്യതയുണ്ടോ? ഇല്ല. സന്തോഷല്ലേ ഇതിനുള്ള ബില്ലേ ആര്യ? ഇവർ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് സ്കൂളിൽ ചേർക്കാൻ വൈകുമ്പോൾ പറയും അയ്യോ ഇനി ഇവിടെ സീറ്റ് ഉണ്ടാവില്ലേ, പിന്നെ പുസ്തകം വാങ്ങാൻ തിരക്ക്, ബാഗ് വാങ്ങാൻ തിരക്ക്. മുമ്പിൽ നമുക്ക് ഓർമ്മയുണ്ട് 1-ാം ക്ലാസ് പഠിക്കുമ്പോൾ ബിന്നിന്റെ കാര്യം അറിയാം, നല്ലോണം കരഞ്ഞിട്ടായിരിക്കില്ലേ പോകുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, തുടക്കം എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഫുള്ള് കരച്ചിലായിരുന്നു. അതെ ഞാൻ ചോദിച്ചത്, ഈ തുടക്കത്തിലെ ആവേശമാണ്. വിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ എന്തായാലും അത് വീഡിയോ എടുത്ത് വെക്കണം കേട്ടോ. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് ഇവരിൽ അത്തരത്തിലുള്ളൊരു സങ്കടം തോന്നുന്നില്ല. കാരണം ഞാൻ വന്നപ്പോൾ തന്നെ ഈ ബാഗ് കാണിക്കാനും സ്കൂളിൽ പോകുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു, ഭയങ്കര ആവേശത്തിലായിരുന്നു. അതുകൊണ്ട് തിരിച്ചു പോരുമ്പോൾ ഇവരെ സന്തോഷത്തോടെ യാത്രയാക്കും ഇവരെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ സ്കൂളിൽ ഇരുന്നോളാം, മണിക്കൂറുകൾ കൂടിയാലും കുഴപ്പമില്ലെന്നാണ് നിലവിൽ തോന്നുന്നത്. ഏതായാലും അതും വീഡിയോ എടുക്കുന്നുണ്ട്. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവർ കരയോ ഒച്ചപ്പാടാക്കുമോ എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ സ്കൂളിൽ പോവല്ലേ? ഓക്കെ, അവരോട് പറയും സ്കൂളിൽ പോവുകയാണെന്ന് പറഞ്ഞു. സ്കൂളിൽ പോവാണ്, ഞാനും സ്കൂളിൽ പോവാം. അപ്പോൾ ഇവര് സ്കൂളിൽ പോകാൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് കണ്ടുമുട്ടാം. വിനിൽ, ആര്യ. ഓക്കെ, താങ്ക് യു സുനിഷ. ഒപ്പം ടി വി പ്രസാദിന്റെ മക്കളും സകുടുംബമാണ് നമ്മളോടൊപ്പം ചേർന്നത്. നക്ഷത്രയ്ക്ക് എല്ലാ ആശംസകളും നേരിടുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി വി പ്രസാദിന്റെ കുട്ടികൾ 2 പേരും പഠിക്കുന്നത് സർക്കാർ സ്കൂളിലാണ്. നക്ഷത്രക്കുട്ടിയെയും ഇപ്പോൾ പുതുതായി 1-ാം ക്ലാസ്സിലേക്ക് ചേർക്കുന്നത് സർക്കാർ സ്കൂളിലേക്കാണ്. നമ്മുടെ പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ മക്കളെ സർക്കാർ സ്കൂളുകളിൽ ചേർക്കുമോ എന്നുള്ള ചോദ്യം. സർക്കാർ സ്കൂളുകളിൽ നമ്മളെ കുട്ടികളെ വിടുക എന്നുള്ളത് നമ്മുടെ സർക്കാർ സ്കൂളുകൾ ആ വിധത്തിൽ ഉന്നതി പ്രാപിച്ചിട്ടുള്ള മറ്റേത് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഏറ്റവും മികച്ച പഠനാനുഭവം കൊടുക്കുന്ന പാഠ്യ അനുഭവം കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് നമ്മുടെ സർക്കാർ സ്കൂളുകൾ.